വിനയം കാണിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, മറ്റേ സിനിമയിൽ വന്ന ജാടയാണ്, അതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. എളിമ കാണിച്ചാലും കുഴപ്പമാണ്. മറ്റേത് പറയും ഇവന് എളിമ എന്റെ ആകാരിയാണ്. ഇത് ഇച്ചിരി എളിമ കൂടിയപ്പോഴത്തേക്ക് അതിനെ ട്രോളി കൊല്ലാണ്. പറയുമ്പോൾ പലർക്കും തോന്നും എന്താണ് ജയറാമിനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ കാട്ടു ഫ്രോഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സഞ്ജീവൻ എഴുന്നേൽക്ക്. പക്ഷെ ചകല കുറച്ചാ നല്ലായിരിക്കും. ഞാൻ പറയാതിരിക്കാം. ഈ അടുത്ത് ഭാഗ്യരാജ് മരിച്ച സമയത്ത് ഇങ്ങനെ അവിടെ മീഡിയന്റെ മുന്നിൽ പോയിട്ട് കയ്യൂപ്പി നിന്നുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു. ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാക്കി അങ്ങനെ ഒന്നുമില്ല. ഒരാൾ മരിച്ച സമയത്ത് എടുത്ത വീഡിയോയിലടക്കം ഇയാളുടെ എനിക്കിത് അഭിനയമായിട്ടാണ് തോന്നിയത്. എനിക്ക് അത് ജന്മനാ ഉള്ളതാണ്. ഞാൻ അങ്ങനെ ചിരിച്ച് സംസാരിക്കാറ്. ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് പാസ്റ്റ് 30-35 years, വെരി ഗുഡ് ഫാമിലി ഫ്രണ്ട്സ്. അയ്യോ എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. അവർ ഡയറക്ഷനിൽ നടിക്ക മുടിഞ്ഞത് എന്നോട് പുണ്യം. ഭയങ്കര വിനയാണല്ലോ, ഒരു പൊടിക്ക് പറയാം. ഇവിടെ എന്തിനാ മൈക്ക് വരുമ്പോ കയ്യൂപ്പി നിൽക്കുന്ന ഈ മനുഷ്യൻ ഇത്രത്തോളൊക്കെ വിനയം കാണിച്ച് പങ്കിടണോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയിരുന്നു അന്ന് തന്നെ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. എ ക്ലാസ് അഭിനയടാ ഇയാള്. റിയൽ ലൈഫിലെ ഓസ്കാർ അഭിനയത്തിന് കൊടുക്കുകയാണ് ഇയാൾക്ക് കൊടുക്കണം തോന്നുന്നു. ഇനിയും ഈ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോണോ? മൂപ്പര് ഈ വിനയം കാണിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് മൂപ്പരും എല്ലാം കണ്ട് സ്വഭാവം മാറ്റി ക്യാരക്ടർ മാറ്റി അമ്പി ആയതാ തോന്നുന്നു കേട്ടോ. എനിക്കറിയാം എന്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖമാണ്, പക്ഷെ ഇപ്പൊ ഞാനല്ല ഹാപ്പിയാ. അതൊരു ഫ്രീഡം അല്ലേ? അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.